ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാല്യുവേഷൻ ഓഫ് പെർക്വിസിറ്റ്സിൻ്റെ ബാലൻസ് പോർഷൻ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്കിനി പ്രോബ്ലത്തിലോട്ട് പോവാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും നമുക്ക് അതിന് മുമ്പ് ചെറിയൊരു പോർഷൻ തിയറിയുടെ നോക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ വരുന്നതാണ് പ്രധാനമായിട്ടും ഇപ്പോൾ നമ്മൾ ഒരു റെൻറ്റ് ഫ്രീ ഹൗസ് അല്ലെങ്കിൽ റെൻറ്റ് ഫ്രീ അക്കോമഡേഷനെ പറ്റിയിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ, അല്ലെങ്കിൽ വാല്യുവേഷൻ ഓഫ് അക്കോമഡേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസിന് ഒരു രീതി ആൻഡ് പ്രൈവറ്റ് എംപ്ലോയി അല്ലെങ്കിൽ ഗവൺമെൻറ് എംപ്ലോയി അല്ല അതർ എംപ്ലോയി ഗണത്തിൽ വരുന്ന എംപ്ലോയീസിന് ഒരു രീതി അല്ലേ. ദാറ്റ് മീൻസ് അതിൽ തന്നെ എംപ്ലോയർ ഓൺ ചെയ്യുന്ന അക്കോമഡേഷൻ ആണെന്നുണ്ടെങ്കിൽ, എംപ്ലോയർ ഓൺ ചെയ്യുന്ന ഹൗസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, പെർക്വിസിറ്റ്സ് വാല്യുവേറ്റ് ചെയ്യുക അല്ലേ. ഇനി അതുപോലെ തന്നെ എംപ്ലോയർ ഓൺ ചെയ്യുന്നതല്ല ബട്ട് എംപ്ലോയർ ലീസിന് എടുത്തിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ അത് മറ്റൊരു രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, വാല്യൂ ചെയ്യുക അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എന്നാൽ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അതർ വാല്യുവേഷൻസ് ആണ്. ദാറ്റ് മീൻസ് ഇങ്ങനെയല്ല, ഇത് ഉൾപ്പെടെ ഇരുന്നതല്ലാതെ വേറെ മറ്റ് വാല്യുവേഷൻസ് ആണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ അല്ലേ. ഇനി നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ എംപ്ലോയീസിന് ഇങ്ങനെ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹോട്ടലിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് എംപ്ലോയീസിന് നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എംപ്ലോയീസിന് നമ്മൾ ആ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്ലേസിൽ ആ ഒരു സിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് അക്കോമഡേഷൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് 2 ഹൗസാവും. അപ്പോൾ ആക്ച്വലി ദറ്റ് മീൻസ് അവർ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അതും ആൻഡ് അവർ എവിടേക്കാണോ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് അവിടെ അവർക്ക് എടുത്തു കൊടുത്തിട്ടുള്ള ആ ഒരു അക്കോമഡേഷൻ ഫെസിലിറ്റീസോടെയും കൂട്ടി അവർക്ക് എന്താവും, 2 അക്കോമഡേഷൻ ഫെസിലിറ്റി ആവും അവിടെ ഉണ്ടാവുക അല്ലേ. അങ്ങനെ ആവുന്ന സമയത്ത് ഏത് അക്കോമഡേഷൻ്റെ വാല്യൂ ആണ് ഇവിടെ ഉൾപ്പെടുത്തുക എന്നുള്ളത് നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ എങ്ങനെയാണ് വരിക എന്നറിയോ, ഏതിൻ്റെ ആണോ ലോവർ വാല്യൂ, ഏത് അക്കോമഡേഷൻ ആണോ ലോവർ വാല്യൂ അതായിരിക്കും കൺസിഡർ ചെയ്യാം. ഓക്കെ, മനസ്സിലായോ? അതായത് എംപ്ലോയീനെ ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്ലേസിൽ ഒരു അക്കോമഡേഷൻ സെറ്റാക്കി കൊടുക്കും അല്ലേ. ആൻഡ് അവർ നിലവിൽ എവിടെയാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെയും അവർക്കൊരു അക്കോമഡേഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഏതിൻ്റെ വാല്യൂ ആണ് നമ്മൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ വാല്യൂ ഓഫ് അക്കോമഡേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുകയെന്ന് വെച്ചാൽ, ഇതിൽ ഏതിനാണോ ലോവർ വാല്യൂ വരുന്നത് അതിനെ ആയിരിക്കും നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുക, വാല്യൂ ഓഫ് അക്കോമഡേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എംപ്ലോയർ എംപ്ലോയിക്ക് എന്തെങ്കിലും തരത്തിൽ സർവൻസിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഈ സർവൻസിൽ മേ ബി സ്വീപ്പർ വരാം, വാച്ച്മാൻ വരാം, പേഴ്സണൽ അറ്റൻഡൻറ്റ് വരാം, ഗാർഡനർ വരാം, ഇങ്ങനെ ഏതെങ്കിലും സർവൻറ്റിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയാണോ എംപ്ലോയർ എംപ്ലോയിക്ക് ഇത്തരത്തിലുള്ള സർവീസിന് വേണ്ടിയിട്ട് എമൗണ്ട് ചിലവഴിക്കുന്നത്, എത്രയാണോ എംപ്ലോയറിൻ്റെ കോസ്റ്റ്, ആ ഒരു കോസ്റ്റ് ഫുള്ളും എന്താണ്, ടാക്സബിൾ ആണ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് എംപ്ലോയി. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇവിടെ എംപ്ലോയർ ആ ഒരു അക്കോമഡേഷൻ മാത്രമല്ല അവിടെ ഗ്യാസ്, ഇലക്ട്രിസിറ്റി ആൻഡ് അതുപോലെ വാട്ടർ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെയും എത്രയാണോ എംപ്ലോയർക്ക് കോസ്റ്റ് ആ ഒരു എമൗണ്ട് ഫുൾ ഓഫ് ടാക്സബിൾ ആണ്. എംപ്ലോയിൻ്റെ ഫാമിലീസിനോ അല്ലെങ്കിൽ അവരുടെ ചിൽഡ്രനൊക്കെ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആൻഡ് അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന എഡ്യൂക്കേഷൻസിന് 1000 രൂപയിൽ താഴെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതിന് എംപ്ലോയി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല, അവരുടെ ടാക്സ് ലയബിലിറ്റി നില്ലാണ് വരുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇത് 1000 രൂപയേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് എംപ്ലോയർ എംപ്ലോയീസിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ എംപ്ലോയറിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 1000-നേക്കാൾ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ എന്താണ്, ടാക്സബിൾ ആണ്. ഞാൻ എത്ര എമൗണ്ടാണ് ടാക്സബിൾ ആയിട്ടുണ്ടാവുക, ഇവിടെ എംപ്ലോയർ എന്ത് ചെയ്യും, ആ ഒരു ലൊക്കാലിറ്റിയിൽ ഉള്ള സിമിലർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എത്രയാണോ എമൗണ്ട് വരുന്നത് അതിൽ നിന്നും എത്രയാണോ എംപ്ലോയി റിക്കവർ ചെയ്തിട്ടുള്ളത് ആ എമൗണ്ട് ലെസ് ചെയ്ത് കഴിഞ്ഞിട്ട് എത്രയാണോ എമൗണ്ട് വരുന്നത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓക്കെ, വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് ആയിട്ട് കണക്കാക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞത് എംപ്ലോയർ എംപ്ലോയീസിൻ്റെ ഫാമിലി മെമ്പേഴ്സിനോ ചിൽഡ്രനോ എന്തെങ്കിലും തരത്തിലുള്ള എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് എംപ്ലോയർക്ക് വന്നിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് ഡസ് നോട്ട് എക്സീഡ് 1000 പെർ മന്ത്. ഒരു മാസം എന്ത് ചെയ്യുന്നില്ല, 1000-നേക്കാൾ എക്സീഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ടാക്സ് ഫ്രീ ആണ്. ദാറ്റ് മീൻസ് അവരുടെ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് നില്ലാണ്. ദാറ്റ് മീൻസ് അവരെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടാക്സ്
പേ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അവരെന്ത് ചെയ്യേണ്ട, ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇത് തന്നെ എന്താണ്, എംപ്ലോയർ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അവിടെ കോസ്റ്റ് എന്ന് പറയുന്നത് 1000-നേക്കാൾ കൂടുതലാണ് പെർ മന്ത് എന്നുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യും, ഇവരെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു സിമിലർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരിക്കും അല്ലേ, ആ സിമിലർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എത്രയാണ് ഫീ എന്നൊക്കെ നോക്കിയിട്ട് അതിൽ നിന്നും എത്രയാണ് കോസ്റ്റ് എന്ന് നോക്കിയിട്ട് അതിൽ നിന്നും എംപ്ലോയി എന്തെങ്കിലും എമൗണ്ട് ഇതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എംപ്ലോയി എന്താണോ ഇതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ എംപ്ലോയിയിൽ നിന്നും എന്തെങ്കിലും എമൗണ്ട് റിക്കവർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു എമൗണ്ടിൽ നിന്ന് ലെസ് ചെയ്യും. ദാറ്റ് മീൻസ് സിമിലർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എത്രയാണോ ഫീ പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഒരു എമൗണ്ടിൽ നിന്നും എന്ത് ലെസ് ചെയ്യും, എത്രയാണോ എംപ്ലോയർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്, എത്രയാണോ എംപ്ലോയർ കൊടുത്തിട്ടുള്ളത് ആ ഒരു എമൗണ്ട് ഇതിൽ നിന്ന് ലെസ് ചെയ്യും എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് അതിൽ നിന്നും ലെസ് ചെയ്യും. ആ ഒരു എമൗണ്ട് ആയിരിക്കും എന്ത് ചെയ്യുക, ടാക്സബിൾ ആയിട്ടുണ്ടാവുക. അതാണ് കമ്പയറബിൾ സ്കൂൾ ഫീ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് സിമിലർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എത്രയാണ് ഫീ എന്നൊക്കെ കമ്പയർ ചെയ്തിട്ട് അതിൽ നിന്ന് എംപ്ലോയി എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൊടുത്തിട്ടുള്ള എംപ്ലോയിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റിക്കവർ ചെയ്തിട്ടുള്ള എമൗണ്ട് മൈനസ് ചെയ്യും. എന്നിട്ട് എത്രയാണോ എമൗണ്ട് വരുന്നത് അതാണ് എന്തായിട്ട് കൺസിഡർ ചെയ്യുക, ഇവിടെ വാല്യൂ ഓഫ് പർച്ചേസസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇത് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ ഒരു പ്രോബ്ലമാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ പ്രോബ്ലത്തിലോട്ട് എത്തിയിട്ടുണ്ട്. വാല്യുവേഷൻ ഓഫ് പെർക്വിസിറ്റ്സിൻ്റെ പ്രോബ്ലമാണ്. അതിൽ വാല്യുവേഷൻ ഓഫ് അക്കോമഡേഷൻ ഉണ്ടല്ലോ, ആ ഒരു പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങളോട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊന്നും മെൻഷൻ ചെയ്യാത്തൊരു കാര്യം പറയാനുണ്ട്. അതായത് നമുക്കറിയാം അല്ലേ, ഗവൺമെൻറ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ലൈസൻസ് ഫീ, അതല്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ആ ഒരു വീട് ഫേർണിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫേർണിഷ് ചെയ്തതിന് എത്രയാണോ കോസ്റ്റ് വന്നിട്ടുള്ളത് അതിൻ്റെ 10% അവർക്ക് എന്തായിട്ട് വരും, അവരെ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഇനി അതുപോലെ തന്നെ ഇതൊരു പ്രൈവറ്റ് എംപ്ലോയി ആണ് എന്നുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് ഗവൺമെൻറ് എംപ്ലോയി അല്ല, അതർ എംപ്ലോയി ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഫസ്റ്റ് എംപ്ലോയർ ഓൺ ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് അവർക്ക് അക്കോമഡേഷൻ ഫെസിലിറ്റി ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇന്ത്യയിലുള്ള പോപ്പുലേഷൻ എത്രയാണോ അതിൻ്റെ ബേസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, സാലറിൻ്റെ പെർട്ടിക്കുലർ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ സാലറിയുടെ പെർസെൻറ്റേജ് ആണ് എടുക്കുന്നത് ആണല്ലോ അല്ലേ. അതുപോലെ തന്നെയാണല്ലേ നമ്മൾ ഹോട്ടലിലൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 15 ഡേയ്സിന് താഴെയാണ് അവിടെ എംപ്ലോയി താമസിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ അവർ ടാക്സ് ഒന്നും കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല അല്ലേ. ബട്ട് അവിടെ എംപ്ലോയർ 15 ഡേയ്സിന് എബോവ് നിന്നിട്ടുണ്ട് ആൻഡ് അവിടെ എംപ്ലോയറിനെ നിർത്തിയിട്ടുള്ളതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ടൊന്നും അല്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, എംപ്ലോയർ 24% ഓഫ് സാലറി അതല്ലെങ്കിൽ എത്രയാണോ അവിടെ ആക്ച്വൽ ചാർജ് വന്നിട്ടുള്ളത് ഇതിലേതാണോ ലെസ് അതല്ലേ നമ്മൾ എടുക്കുക. അപ്പോൾ ഇവിടെയും 24% ഓഫ് സാലറി എന്നാണ് പറയുന്നത് അല്ലേ. അങ്ങനെ നമ്മൾ 10% ഓഫ് സാലറി, 7.5% ഓഫ് സാലറി, 5% ഓഫ് സാലറി, ഇങ്ങനെയൊക്കെ ഡിഫറെൻറ്റ് കേസസ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടേക്ക് സാലറി എന്ന് പറയുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വാല്യുവേഷൻ ഓഫ് പെർക്വിസിറ്റ്സിൻ്റെ കേസിൽ നമ്മൾ സാലറി ആയിട്ട് കൺസിഡർ ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഓക്കെ, അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സാലറി എന്നുള്ള ഗണത്തിൽ ഉൾപ്പെടുന്ന ഐറ്റംസ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അത് ഞാനിവിടെ നോട്ടായിട്ടൊന്നും കൊടുത്തിട്ടില്ല, ബട്ട് നിങ്ങളിത് നോട്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഇപ്പോൾ സാലറി ഈസ് ഈക്വൽ ടു എന്താണ്, ബേസിക് പേ വരും, ബേസിക് പേ പ്ലസ് ഡിയർനെസ് അലവൻസ്. ഓക്കെ, ഡിയർനെസ് അലവൻസ്, ബേസിക് പേ ഇതൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ബട്ട് ഡിയർനെസ് അലവൻസ് എന്ന് പറയുമ്പോൾ എല്ലാ ടൈപ്പ് ഡിയർനെസ് അലവൻസും ഇവിടെ എടുക്കില്ല. ഇവിടെ നമുക്ക് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ടാവും ഇത്ര പെർസെൻറ്റേജ് ആണ് എന്നൊക്കെ പറഞ്ഞ് ബ്രാക്കറ്റിൽ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫോമിങ് പാർട്ട് ഓഫ് പേ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ബ്രാക്കറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, കൺസിഡർ ചെയ്താൽ മതി ഫോമിങ് പാർട്ട് ഓഫ് പേ. ഓക്കെ, പാർട്ട് ഓഫ് പേ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കൺസിഡർ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഡിയർനെസ് അലവൻസ് വാല്യുവേഷൻ ഓഫ് പെർക്വിസിറ്റ്സിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, പകരം സാലറി എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡിയർനെസ് അലവൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിൽ നമ്മൾ കാണിക്കും. ഓക്കെ, പക്ഷേ വാല്യുവേഷൻ ഓഫ് പെർക്വിസിറ്റ്സിൽ നമ്മളത് എന്ത് ചെയ്യില്ല, കൺസിഡർ ചെയ്യില്ല. ഇനി ഇവിടെ എന്തൊക്കെയാണ് വന്നത്, ബേസിക് പേ പ്ലസ് ഡിയർനെസ് അലവൻസ് പ്ലസ് ബോണസ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഐറ്റം തന്നിട്ടുണ്ടെങ്കിൽ അത്, പ്ലസ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഐറ്റം തന്നിട്ടുണ്ടെങ്കിൽ അത്, എന്താണ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഐറ്റം തന്നിട്ടുണ്ടെങ്കിൽ അത്. ഇനി ഓൾ അതർ ടാക്സബിൾ അലവൻസസ് ഇതൊക്കെയാണ് ഇതിൽ എന്ത് വരിക, ഇതിൽ വരുന്ന ഒരു ഐറ്റംസ് എന്ന് പറയുന്നത്. എന്തിൽ വരുന്ന, സാലറിയിൽ വരുന്ന ഐറ്റംസ് എന്ന് പറയാം. അപ്പോൾ സാലറി എന്ന് പറയുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണ് basic pay plus dearness allowance forming the part of pay and bonus, commission, all other taxable allowances. ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരിക, സാലറിയിൽ വരിക. ഏത് കേസിലാണ്, വാല്യുവേഷൻ ഓഫ് അക്കോമഡേഷൻ. ഇവിടെ ഞാൻ വാല്യുവേഷൻ ഓഫ് അക്കോമഡേഷൻ്റെ കേസിൽ സാലറി ഇങ്ങനെയാണ് വരുന്നതെന്ന് പറയാനുള്ള കാരണം നമുക്ക് അലവൻസ് ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അലവൻസിൽ നമ്മൾ സാലറി കാൽക്കുലേറ്റ് ചെയ്യുക. അലവൻസിൻ്റെ പേർപ്പസിന് വേണ്ടിയിട്ട് എത്രയാണോ ടാക്സബിൾ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മേ ബി 10% ഓഫ് സാലറി അല്ലെങ്കിൽ പെർട്ടിക്കുലർ പെർസെൻറ്റേജ് ഓഫ് സാലറി ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ. അപ്പോൾ അവിടെ സാലറി കാൽക്കുലേറ്റ് ചെയ്യുക ഡിഫറെൻറ്റ് മെത്തേഡ് ഉപയോഗിച്ചായിരിക്കും.
ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. സാലറി എന്ന് പറയുമ്പോൾ ബേസിക് പേ പ്ലസ് ഡിയർനെസ് അലവൻസ് പ്ലസ് ബോണസ് പ്ലസ് കമ്മീഷൻ പ്ലസ് ഓൾ അതർ ടാക്സബിൾ അലവൻസസ്. ക്ലിയർ? ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ക്വസ്റ്റ്യനാണ് കേട്ടോ. ആൻഡ് അതുപോലെ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഇപ്പോൾ നമ്മൾ ഇങ്ങനെ എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ്, അല്ലെങ്കിൽ അവർക്ക് അവരുടെ സാലറിൻ്റെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഫെസിലിറ്റീസ്, അമ്യൂണിറ്റീസ്, അല്ലെങ്കിൽ ക്യാഷ് ആയിട്ടോ കൈൻഡായിട്ടോ, അല്ലെങ്കിൽ ക്യാഷിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതായിട്ടോ ക്യാഷിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തതായിട്ടോ ഒക്കെ എന്തെങ്കിലും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എംപ്ലോയിക്ക് എന്നുണ്ടെങ്കിലാണ് നമ്മൾ പെർക്വിസിറ്റ്സ് എന്ന് പറയാം അല്ലേ. അപ്പോൾ അങ്ങനെ എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് എംപ്ലോയിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു എമൗണ്ട് എംപ്ലോയർ റിക്കവർ ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനെ എന്തെങ്കിലും ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഉള്ളതിനെ എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ലെസ് ചെയ്യാൻ സാധിക്കും. മനസ്സിലായോ? അതായത് എംപ്ലോയർ ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയീൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും എമൗണ്ട് അവർ ഈടാക്കിയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും? ലെസ് ചെയ്യും എന്നുള്ളതാണ് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. മിസ്റ്റർ സാലിം ഈസ് ആൻ എംപ്ലോയി ഇൻ എ കമ്പനി ഇൻ ചെന്നൈ. The company has provided him a residential accommodation. His salary details for the assessment year 2024-25 are as follows. ഓക്കെ, ഇവിടെ താഴെ നമുക്ക് നൽകിയിട്ടുണ്ട്. സാലിം എന്ന് പറയുന്ന ഒരു വ്യക്തി വർക്ക് ചെയ്യുന്നത് എവിടെയാണ്? ചെന്നൈയിലാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ചെന്നൈയാണ് ഒരു ബിഗ് സിറ്റിയാണ്. അപ്പോൾ അവിടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 14 lakhിന് എബോവ് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് സിറ്റിൻ്റെ നെയിം തരും. ഓക്കെ, ബട്ട് എന്ത് ചെയ്യില്ല, പോപ്പുലേഷൻ എത്രയാണെന്നുള്ളതൊന്നും മെൻഷൻ ചെയ്യില്ല. അപ്പോൾ ചെന്നൈ എന്നൊക്കെ പറയുന്ന ഒരു ബിഗ് സിറ്റി, അപ്പോൾ അവിടെ എന്തുണ്ടാവും? പോപ്പുലേഷൻ എന്തായാലും 40 lakhിന് എബോവ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് കാരണം നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു അത്തരത്തിൽ അസ്യൂം ചെയ്തിട്ടായിരിക്കും നമ്മളിതിൻ്റെ പ്രോബ്ലംസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്ന് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഐറ്റം വന്നിട്ടുള്ളത് ബേസിക് സാലറിയാണ്. ബേസിക് സാലറി 30,000 പെർ മന്ത് ആണ്. 30,000 പെർ മന്തിലാണ് 30,000. അപ്പോൾ നമ്മളത് ഇയറിലോട്ടാക്കുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? × 12 ചെയ്യേണ്ടി വരും അല്ലേ. ഇനി ഡിയർനെസ് അലവൻസ് ആണ് പറയുന്നത് അല്ലേ. ഡിയർനെസ് അലവൻസ് നമുക്ക് തന്നിക്കണു 15% ഓഫ് സാലറി. അതിൽ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട് ബ്രാക്കറ്റിൽ 15% ഫോമിങ് പാർട്ട് ഓഫ് പേ എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യണം? വാല്യുവേഷൻ ഓഫ് അക്കോമഡേഷൻ്റെ കേസിൽ സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിത് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. എത്രയാണ് അപ്പോൾ ഡിയർനെസ് അലവൻസിൻ്റെ എമൗണ്ട് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 50% ഓഫ് സാലറി. അപ്പോൾ 30,000 പെർ മന്ത് ഉണ്ടല്ലോ, അതിൻ്റെ 50% ആണ് എന്തെന്ന് പറയുന്നത്? DA പെർ മന്ത് എന്ന് പറയാം. ഓക്കെ, അതിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? അത് × 12 അതായിരിക്കും എന്തെന്ന് പറയുന്നത് DA എന്ന് പറയുന്നത്. അതായിരിക്കും എന്തെന്ന് പറയുന്നത്? ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിയർനെസ് അലവൻസ് നമ്മളോട് പറഞ്ഞു സാലറിൻ്റെ 15% ആണ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ 15% ഓഫ് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറി ഇവിടെ നമുക്ക് നൽകിയിട്ടുണ്ട്. എത്രയാണ്? 30,000 ആണ് നൽകിയിട്ടുണ്ട്. അതേ × 12 ചെയ്യുന്ന സമയത്ത് നമുക്ക് പെർ ഇയറിൽ എത്രയാണ് സാലറി എന്നുള്ളത് കിട്ടും അല്ലേ. അപ്പോൾ അതിൻ്റെ 50% ആണ് എന്തെന്ന് പറയുന്നത്? ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ 50% നമ്മൾ അവിടെ എടുക്കാൻ പറ്റുള്ളൂ. വാല്യുവേഷൻ ഓഫ് അക്കോമഡേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കാൻ പറ്റുള്ളൂ. ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക് സാലറിനെ പറ്റി പറഞ്ഞു, ഡിയർനെസ് അലവൻസിനെ പറ്റി പറഞ്ഞു. ഇനി നമുക്ക് ഇവിടെ എന്ത് നൽകിയിട്ടുണ്ട്? ബോണസ് നൽകിയിട്ടുണ്ട്. ബോണസും 5,000 പെർ മന്ത്. ഓക്കെ, എൻ്റർടൈൻമെൻറ്റ് അലവൻസസ് ഒക്കെ നമുക്ക് ടാക്സബിൾ ആയിട്ടുള്ള അലവൻസ് ആണ്. അപ്പം പെർ മന്ത് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? × 12 ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി അതുപോലെ തന്നെ ദ കമ്പനി ഹാസ് പ്രൊവൈഡഡ് ഫ്രീ ഇലക്ട്രിസിറ്റി, ഗ്യാസ്, വാട്ടർ, ദ കോസ്റ്റ് ഓഫ് വിച്ച് അമൗണ്ടഡ് ടു 24,000 ഡ്യൂറിങ് ദ ഇയർ അല്ലേ. അപ്പോൾ ഇവിടെ 24,000 എന്ത് ചെയ്യുന്നുണ്ട്? കമ്പനി ഇത്തരത്തിൽ ഇലക്ട്രിസിറ്റി ആയിട്ടും ഗ്യാസ് ആയിട്ടും വാട്ടർ ആയിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ്? ഫുള്ളി ടാക്സബിൾ ആണല്ലേ. എത്രയാണ് അപ്പോൾ ടാക്സബിൾ ആയിട്ട് വരിക? 24,000 ടാക്സബിൾ ആണ് അല്ലേ, നമുക്കറിയാം. ഇനി നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻ റെസ്പെക്റ്റ് ഓഫ് അക്കോമഡേഷൻ കമ്പനി റിക്കവേർഡ് 3,000 പെർ മന്ത് ഫ്രം ഹിസ് സാലറി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതിന് കമ്പനി എംപ്ലോയിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? 3,000 പെർ മന്ത് റിക്കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ലെസ് ചെയ്യേണ്ടി വരും അല്ലേ. ഈ ഒരു എമൗണ്ട് നമ്മൾ ലെസ് ചെയ്യേണ്ടി വരും. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കമ്മ്യൂട്ട് ദ വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ ഹൗസ് ഇൻക്ലൂഡബിൾ ഇൻ ദ സാലറി ഓഫ് മിസ്റ്റർ സാലിം. വാട്ട് വിൽ ബി യുവർ ആൻസർ ഇഫ് മിസ്റ്റർ സാലിം ഒക്യുപ്പേസ് ദ ഹൗസ് ഫ്രം 1st June 2024. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ദി ഇയർ സാലിം ഈ ഒരു ഹൗസ് ഒക്യുപ്പൈ ചെയ്തിട്ടുള്ളതായിട്ട് കൺസിഡർ ചെയ്തിട്ട് പെർ മന്തല്ലേ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഓരോ ഐറ്റംസും. അപ്പോൾ പെർ മന്ത് നമ്മൾ പെർ ഇയറിലോട്ട് മാറ്റണം. മീൻസ് എങ്ങനെയാണ്? × ഇയറിലോട്ട് നമ്മൾ മാറ്റണം. അപ്പോൾ എങ്ങനെയാണ്? പെർ മന്തിൽ അതൊക്കെ × 12 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് എക്സാക്റ്റ് ആയിട്ടുള്ള എമൗണ്ട് എത്രയെന്നുള്ളത് കിട്ടും അല്ലേ.
പക്ഷേ ഈ ഒരു കേസിൽ സെക്കൻഡ് ഓപ്ഷനിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇവർ ഈ ഒരു ഹൗസ് ഓക്യുപ്പൈ ചെയ്തിട്ടുള്ളത് 1 ജൂൺ 2024 മുതലാണെന്നുള്ളത്. നമുക്കറിയാം നമ്മുടെ പ്രീവിയസ് ഇയർ വന്നിട്ടുള്ളത് ഏതാണ് 2024-25 ആണ് നമ്മുടെ പ്രീവിയസ് ഇയർ അല്ലേ. ഇപ്പോൾ ഈ 2024-25 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1 ഏപ്രിൽ 2024 മുതൽ 31 മാർച്ച് 2025 വരെയാണ് നമ്മുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ 1 ജൂൺ മുതലേ ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളൂ, സാലിം ഓക്യുപ്പൈ ചെയ്തിട്ടുള്ളൂ അക്കോർഡിംഗ് ടു ദ സെക്കൻഡ് ഓപ്ഷൻ പ്രകാരം, അക്കോർഡിംഗ് ടു ദ സെക്കൻഡ് ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഇത് കാരണം തന്നെ നമ്മൾ എന്തെടുത്താൽ മതി, ഇവിടെ 1 ഏപ്രിലും മെയ്യും നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ട. ബിക്കോസ് ആ ഒരു മന്ത് ഇവരിത് ഓക്യുപ്പൈ ചെയ്തിട്ടില്ലല്ലോ. പിന്നെ ജൂൺ മുതൽ 31 മാർച്ച് 2024 വരെ, ദറ്റ് മീൻസ് 1 ജൂൺ 2024 മുതൽ 31 മാർച്ച് 2025 വരെ എത്ര മന്താണോ ഉള്ളത് അത് നമ്മൾ എന്ത് ചെയ്താൽ മതി, കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 1 ജൂൺ 2024 മുതൽ 31 മാർച്ച് 2025 വരെ എത്ര മന്താണുള്ളത് നോക്കി നോക്കിയേ. എത്ര മന്താണുള്ളത്? 10 മന്തല്ലേ ഉള്ളത്. അപ്പോൾ ഈ സെക്കൻഡ് ഓപ്ഷനിൽ നമ്മൾ പെർ മന്ത് എന്നുള്ളതൊക്കെ എന്താക്കിയാൽ മതി, ഇൻറ്റു 10 എന്നാക്കി ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് കിട്ടും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ ആദ്യം നമ്മുടെ സാലറി, വാല്യുവേഷൻ ഓഫ് അക്കോമഡേഷൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടുള്ള സാലറി എത്രയാണോ അത് നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സാലറി കാൽക്കുലേറ്റ് ചെയ്യണം. ബട്ട് അതിനൊക്കെ മുമ്പ് നമ്മൾ ആദ്യം ഇതിനൊരു എന്ത് കൊടുക്കണം, ടൈറ്റിൽ കൊടുക്കണം. ടൈറ്റിൽ എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് പെർക്വിസിറ്റ്സ് വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ ഹൗസ് പ്രീവിയസ് ഇയർ 2024-25. എന്താണ് കമ്പ്യൂട്ടേഷൻ ഓഫ് പെർക്വിസിറ്റ്സ് വാല്യൂ, നിങ്ങൾ ഫുൾ എഴുതണേ. പെർക്വിസിറ്റ്സ് വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ ഹൗസ് ബ്രാക്കറ്റിൽ എഴുതുക. പ്രീവിയസ് ഇയർ 2024-25 ആണ്. ഓക്കെ, പ്രീവിയസ് ഇയർ 2024-25 ആണ് വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഇഫ് ദ ഹൗസ് ഈസ് occupied throughout the year. If the house is occupied throughout the year, നമ്മൾ എന്ത് ചെയ്യാണ്, ത്രൂഔട്ട് ദ ഇയർ ഹൗസ് ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ്, ഇഫ് ദ ഹൗസ് ഈസ് occupied ത്രൂ ഔട്ട് ദ ഇയർ. അപ്പോൾ ത്രൂ ഔട്ട് ദ ഇയറിൽ നമ്മൾ ഈ ഒരു ഹൗസ് ഓക്യുപ്പൈ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം സാലറി തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പം സാലറിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. സാലറി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാലോ. ബേസിക് പേ പ്ലസ് ഡിയർനെസ് അലവൻസ് ഫോമിങ് ദ പാർട്ട് ഓഫ് ദ പേ, ദെൻ പ്ലസ് ബോണസ് ആൻഡ് കമ്മീഷൻ. ഓക്കെ, കമ്മീഷൻ ആൻഡ് ഓൾ ടാക്സബിൾ അലവൻസസ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സാലറി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള എല്ലാവർക്കും അറിയാം അല്ലേ. ബട്ട് ഇവിടെ സംടൈംസ് ഇവിടെ നമുക്ക് എല്ലാ ഐറ്റംസും നൽകിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എന്താണോ ഇതിൽ ഉള്ളത് നമുക്ക് നൽകിയിട്ടുള്ളത് അത് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് ബേസിക് സാലറി നൽകിയിട്ടുണ്ട് അല്ലേ. ബേസിക് സാലറി നമുക്ക് നൽകിയിട്ടില്ലേ, ഉണ്ട്. എത്രയാണ്, 30,000 ആണ്. 30,000 പെർ മന്ത് ആണ്. അപ്പോൾ ഇൻറ്റു 12 അല്ലേ ത്രൂ ഔട്ട് ദി ഇയർ ആകുമ്പോൾ ചെയ്യേണ്ടേ. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക, 3,60,000 എന്ന് കിട്ടും അല്ലേ. ഓക്കെ, ദെൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത് സാലറിൻ്റെ 50% ആണ്. എന്താണ്, സാലറി എന്ന് പറയുന്നത് 3,60,000 ആണ്. അതിൻ്റെ 50% ആണ്. അതിൻ്റെ 50% എന്ന് പറയുന്നത് 1,80,000 ആണ്. അതിൻ്റെ 50% നമ്മളിവിടെ എടുക്കാൻ പറ്റുള്ളൂ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതെത്രയാണ് എമൗണ്ട് വരുന്നത്, 90,000. എത്രയാണ് വരുന്നത്, 90,000 എന്ന് വരും. ഓക്കെ അല്ലേ. ദെൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ബോണസ് ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുണ്ടല്ലേ. ബോണസ് ക്വസ്റ്റ്യനിൽ നൽകിയിട്ടില്ലേ, നോക്കിയേ ഇവിടെ നമുക്ക് നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് വന്നത് ബേസിക് സാലറി 30,000 പെർ മന്ത് നമ്മൾ എഴുതി. ഇനി ഡിയർനെസ് അലവൻസ് നമ്മളോട് പറഞ്ഞു സാലറിൻ്റെ 50% ആണ് എന്ന് നമ്മളോട് പറഞ്ഞു. 50% ഓഫ് സാലറി നമ്മളോട് പറഞ്ഞു. ആൻഡ് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ടായിരുന്നു 15% ആണ് ഫോമിങ് പാർട്ട് ഓഫ് പേ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇപ്പോൾ സാലറിൻ്റെ 50% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 3,60,000 ആണ് പെർ ഇയറിലോട്ടുള്ള സാലറി എന്ന് പറയുന്നത്. ഇയറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അതിൻ്റെ 50% എന്ന് പറയുമ്പോൾ 1,80,000 എന്ന് കിട്ടും. ഈ 1,80,000ൻ്റെ 50% ആണ് എന്തെന്ന് പറയുന്നത് ഇവിടെ ഡിയർനെസ് അലവൻസ് ആയിട്ട് നമ്മൾ വാല്യുവേഷൻ ഓഫ് പെർക്വിസിറ്റ്സിൻ്റെ കേസിലെടുക്കണ്ടേ. അപ്പോൾ 1,80,000 ഇൻറ്റു 50,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 90,000 എന്ന് കിട്ടും. ഓക്കെ, അത് ക്ലിയർ അല്ലേ. ഇനി നെക്സ്റ്റ് നമ്മളിവിടെ അറിയുന്നത് ബോണസ് ആണ്. ബോണസ് നമുക്കറിയാം 5,000 പെർ മന്ത് ആണ്. അപ്പോൾ 5,000 പെർ മന്ത് എന്ന് പറയുമ്പോൾ 5,000 ഇൻറ്റു 12 ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, 60,000
60,000 എന്ന് കിട്ടും അല്ലേ, 60,000 എന്ന് കിട്ടും. അപ്പോൾ നമുക്കറിയാം ബോണസ് എന്ന് പറയുന്നത് എത്രയാണ്, 60,000 ആണ്. അങ്ങനെ 60,000 കിട്ടിയ പെർ മന്ത് 5,000 അല്ലടാ, അപ്പോൾ ഇൻറ്റു 12 ചെയ്യുന്ന സമയത്ത് 60,000 എന്ന് കിട്ടും. ഇതിന് നമ്മൾ പറയുന്നത് എന്താണ്, ഇവിടെ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് തന്നിട്ടുണ്ട്. അതാണ് എന്ത്, ഓൾ ടാക്സബിൾ അലവൻസ് ആയിട്ട് വരുന്നത്. ആകെ നമുക്ക് ഇവിടെ ഒരു എൻ്റർടൈൻമെൻറ്റ് അലവൻസേ തന്നിട്ടുള്ളൂ അല്ലേ, എൻ്റർടൈൻമെൻറ്റ് അലവൻസേ തന്നിട്ടുള്ളൂ. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എന്ന് പറയുന്നത് എത്രയാണ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് തന്നിട്ടുള്ളത്, എത്രയാണ് തന്നിട്ടുള്ളത്, പെർ മന്തിലെ ഇവിടെ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് പെർ മന്തിലെ 2,000 പെർ മന്ത് അല്ലേ, എത്രയാ 2,000 ആണ്. അപ്പോൾ 2,000 പെർ മന്ത് എന്ന് പറയുമ്പോൾ 2,000 ഇൻറ്റു 12 നമ്മൾ ചെയ്യണം അല്ലേ. അത് എത്രയാണ് എമൗണ്ട് വരുന്നതെന്ന് നമുക്ക് നോക്കാം. 2,000 ഇൻറ്റു 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് മക്കളെ വരുന്നത്, എത്രയാണ് വരിക, 24,000. വെരി ഗുഡ്, 24,000 എന്നാണ് വരിക അല്ലേ. അപ്പോൾ ഇനി ഇത് നമ്മൾ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, വാല്യുവേഷൻ ഓഫ് അക്കോമഡേഷൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് സാലറി എത്രയാണെന്നുള്ളത് കിട്ടും. സാലറി ഫോർ ദ പർപ്പസ് ഓഫ് വാല്യുവേഷൻ ഓഫ് അക്കോമഡേഷൻ. അപ്പോൾ 3,60,000 പ്ലസ് 90,000 പ്ലസ് 60,000 പ്ലസ് 24,000 നിങ്ങൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണേ. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്, 5,34,000. എത്രയാണ്, 5,34,000 എന്നാണ് നമ്മുടെ എന്ത് വരുന്നത്, ആൻസർ വരുന്നത്. ക്ലിയർ, ഇത്രയും കിട്ടിയോ? അപ്പോൾ സാലറി എത്രയാണെന്നുള്ളത് കിട്ടിയില്ലേ. എത്രയാണ് സാലറി വരുന്നത്, 5,34,000 ആണ് സാലറി വരുന്നത്. ക്ലിയർ അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞത് സാലറിയാണ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സാലറിയിൽ വരുന്നത് ബേസിക് പേ അല്ലെങ്കിൽ ബേസിക് സാലറി പ്ലസ് ഡിയർനെസ് അലവൻസ് ബ്രാക്കറ്റിൽ ഫോമിംഗ് പാർട്ട് ഓഫ് പേ, ബോണസ്, കമ്മീഷൻ പ്ലസ് അതായത് മറ്റ് അലവൻസസ് എന്തൊക്കെയുണ്ടോ അത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് നൽകിയിട്ടുണ്ടായിരുന്നത് ബേസിക് സാലറി ഉണ്ട്, ഡിയർനെസ് അലവൻസ് ഉണ്ട്, ബോണസ് ഉണ്ട് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആണുള്ളത്. ഇതെല്ലാം ടോട്ടൽ ചെയ്ത സമയത്ത് നമുക്ക് 5,34,000 ആണ് കിട്ടിയത്. ഇവിടെ നമുക്ക് സാലറി കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ചെന്നൈയിലാണ് അവർ വർക്ക് ചെയ്യുന്നത് അല്ലേ. സോ അത് കാരണം തന്നെ അവിടെ നമ്മൾ പറഞ്ഞു ഇതൊരു ബിഗ് സിറ്റിയാണ്. അപ്പോൾ പോപ്പുലേഷൻ 14 ലാഖിന് എബോവ് ആണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാണ്, കൺസിഡർ ചെയ്യുക. 14 ലാഖിന് എബോവ് ആണ് എന്നുള്ളത് നമ്മൾ എന്താണ് അസ്യൂം ചെയ്യാണ് പോപ്പുലേഷൻ അല്ലേ. അപ്പോൾ നമുക്കറിയാം 10% ഓഫ് സാലറി ആണ് എന്ത് പെർക്വിസിറ്റ്സ് വാല്യൂ വരിക. അപ്പോൾ 10% ഓഫ് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറിയുടെ വാല്യൂ 5 ലാഖ്, സാലറിയുടെ വാല്യൂ എന്ന് പറയുന്നത് 5,34,000 ആണ് നമുക്കറിയാം അല്ലേ. അപ്പോൾ അതേ ഇൻറ്റു 10% ആണ് എന്തെന്ന് പറയുന്നത്, 10% ഓഫ് സാലറി എന്ന് പറയുന്നത്. അപ്പോൾ 53,400 എന്ന് വരും അല്ലേ. അതായത് സാലറിൻ്റെ 10% എന്ന് പറയുമ്പോൾ 53,400 എന്ന് വരും. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. 53,400 ആണ് 10% ഓഫ് സാലറി നമുക്കറിയാം. ആൻഡ് ഇതിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എംപ്ലോയീസിൽ നിന്നും എന്തെങ്കിലും എമൗണ്ട് എംപ്ലോയർ റിക്കവർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് നമ്മൾ മൈനസ് ചെയ്യണം അല്ലേ. എമൗണ്ട് ലെസ് എമൗണ്ട് റിക്കവേർഡ്. ഓക്കെ, റിക്കവേർഡ് ഫ്രം എംപ്ലോയി, എമൗണ്ട് റിക്കവേർഡ് ഫ്രം എംപ്ലോയി. ഓക്കെ, എന്തെങ്കിലും എമൗണ്ട് എംപ്ലോയിയിൽ നിന്ന് റിക്കവർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് എഴുതണം. അത് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മന്തിൽ 3,000 വെച്ച്, മന്തിൽ 3,000 വെച്ചിട്ട് 3,000 പെർ മന്ത് എന്നുള്ള രീതിയിൽ കമ്പനി റിക്കവേർഡ് ഫ്രം ഹിസ് സാലറി, അവരുടെ സാലറിയിൽ നിന്നും റിക്കവർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നില്ലേ. അപ്പോൾ 3,000 പെർ മന്ത് വെച്ച് റിക്കവർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ 3,000 ഇൻറ്റു 12 ആവൂലേ, പെർ ഇയറിൽ 3,000 ഇൻറ്റു 12 ആവൂലേ. അപ്പോൾ എത്രയാണ് 3,000 ഇൻറ്റു 12 എന്ന് പറയുന്നത്, 36,000 ആണ്. എത്രയാണ്, 36,000 ആണ്. അപ്പോൾ ഈ 53,400ൽ നിന്നും 36,000 മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് 17,400. ഓക്കെ, ഇതാണ് ത്രൂ ഔട്ട് ദ ഇയറിൽ എംപ്ലോയി ഹൗസ് ഓക്യുപ്പൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. അത് നമ്മൾ കമ്പ്യൂട്ടേഷൻ ഓഫ് പെർക്വിസിറ്റ്സ് വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ ഹൗസ് എന്ന് പറയുന്ന ഹെഡിങ് നമ്മൾ കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഇഫ് ദ ഹൗസ് ഈസ് ഓക്യുപ്പൈഡ് ത്രൂ ഔട്ട് ദ ഇയറിൽ ഹൗസ് ഓക്യുപ്പൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ സാലറി കാൽക്കുലേറ്റ് ചെയ്യണം ഫോർ ദ പർപ്പസ് ഓഫ് വാല്യുവേഷൻ ഓഫ് റെൻറ്റ് ഫ്രീ ഹൗസ് അല്ലേ. അപ്പോൾ സാലറിയിൽ ഉൾപ്പെടുന്നതാണ് ബേസിക് പേ പ്ലസ് ഡിയർനെസ് അലവൻസ് ഫോമിംഗ് ദ പാർട്ട് ഓഫ് പേ പ്ലസ് ബോണസ് പ്ലസ് കമ്മീഷൻ പ്ലസ് ഓൾ ടാക്സബിൾ അലവൻസസ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് ബേസിക് സാലറി തന്നിട്ടുണ്ട്, ഡിയർനെസ് അലവൻസ് തന്നിട്ടുണ്ട്, ബോണസ് നൽകിയിട്ടുണ്ട്, എൻ്റർടൈൻമെൻറ്റ് അലവൻസും നൽകിയിട്ടുണ്ട്. ഇതെല്ലാം ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് സാലറി കിട്ടും. നമുക്കറിയാം ഇത് ചെന്നൈയാണ്. ചെന്നൈ എന്ന് പറയുന്നത് ബിഗ് സിറ്റിയാണ്. ഇവിടുത്തെ പോപ്പുലേഷൻ 14 ലാഖിന് എബോവ് ഉണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, 10% ഓഫ് സാലറി ആയിരിക്കും. 14 ലാഖിന് എബോവ് ആണ് പോപ്പുലേഷൻ എന്നുണ്ടെങ്കിൽ ഇവിടെ വാല്യൂ ഓഫ് വർക്ക് ആയിട്ട് വരിക അല്ലേ. അപ്പോൾ 10% ഓഫ് സാലറി എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ
സാലറി 5,34,000 ആണ്. അതിൻ്റെ 10% എന്ന് പറയുമ്പോൾ 53,400 എന്ന് കിട്ടും. ഇനി എന്തെങ്കിലും എമൗണ്ട് എംപ്ലോയറോ കമ്പനിയോ എംപ്ലോയീസിൻ്റെ അടുത്ത് റിക്കവർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു 53,400 നിന്നും എത്രയാണോ എംപ്ലോയിയുടെ കയ്യിൽ നിന്നും എടുത്തിട്ടുണ്ടായിരുന്നത്, ഇവിടെ 3,000 പെർ മന്ത് എംപ്ലോയി പിടിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ സാലറിയിൽ നിന്ന്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തു, 3,000 × 12 ഇയറിലോട്ട് മാറ്റി 36,000 കിട്ടി. അത് 53,400 നിന്നും 36,000 മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടി, 17,400 എന്ന് കിട്ടി. അതാണ് എന്തെന്ന് പറയുന്നത്, പെർക്വിസിറ്റ്സ് വാല്യൂ ഫോർ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ. അതാണ് എന്ത് പറയുന്നത്, പെർക്വിസിറ്റ്സ് വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ ഹൗസ്. പെർക്വിസിറ്റ്സ് വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ ഹൗസ് എന്ന് പറയുന്നത് ഇത്രയാണ്, ഈ ഒരു 17,400 ആണ്. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി 1 ജൂൺ 2024 മുതലാണ് ഈ ഹൗസ് ഒക്യുപ്പൈ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എത്രയാണ് ഇവിടെ എന്ത് വരുന്നത് വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഇൻറ്റു 10 വെച്ച് 10 മന്ത്സ് അല്ലേ, 1 ജൂൺ 2024 മുതൽ 31 മാർച്ച് 2025 വരെ 10 മന്ത്സ് ആണുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ പെർ മന്ത് 12 എടുത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, 10 മന്തിലോട്ട് എടുത്തിട്ട് നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്യുക എന്നുള്ളത്, അത് നിങ്ങൾക്കുള്ളൊരു വർക്കാണ്. ആൻസർ എത്രയാണ് എന്നുള്ളത്, ഇറ്റ് മീൻസ് പെർക്വിസിറ്റ്സ് വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ ഹൗസ് എത്രയാണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ.